എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. കണ്ണമ്പ്ര വാർത്തകളുടെ കാഴ്ചകളിൽ ഇന്നൊരു അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. കണ്ണമ്പ്രക്കാരനായ മഞ്ഞമ്പ്രക്കാരനായ പ്രസാദേട്ടനാണ്. പ്രസാദേട്ടൻ ഇങ്ങനെ ഒരു പ്രസാദേട്ടൻ എന്ന് പറഞ്ഞൊരു പുരുഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മളെയൊക്കെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സാറ്റയർ എന്ന നിലയ്ക്ക് തന്നെ ഈ മലയാളി മനസ്സിലിടം നേടിയ മറിമായം എന്ന് പറയുന്ന TV പരമ്പരകളിൽ സജീവ സാന്നിധ്യമായ, അതിനു മുമ്പ് നിരവധി പരമ്പരകളിലും ഒക്കെ TV സ്ക്രീനുകളൊക്കെ പല തരത്തിലും നമ്മളുടെ മുമ്പിലേക്ക് എത്തിയ, സ്റ്റേജ് ഷോകളിലെത്തിയ പ്രസാദേട്ടനെ നിങ്ങൾക്ക് ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി മറിമായം കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, ഇദ്ദേഹം കൂടി അതിനകത്തുണ്ട്. കണ്ണമ്പ്രക്കാരനാണ്, മഞ്ഞപ്രക്കാരനാണ്. പ്രസാദേട്ടനാണ് നമ്മളത് അതിഥിയായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ന് അതിഥിയായി വരാനൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയുടെ ലോഞ്ചിങ് വരാൻ പോകുന്നത്. റിലീസ് ഈ വരുന്ന 26-ാം തീയതിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അനുഭവം? ഞാൻ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല സിനിമകളിലും വലിയ ഡയലോഗൊന്നും ഇല്ലാതെ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് പോലത്തെ വേഷങ്ങൾ 1-2 സിനിമകളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കംഫർട്ടാണ്. കാരണം ഇതിൻ്റെ രചനയും സംവിധാനവും നമ്മുടെ സുഹൃത്തുക്കളായ മണികണ്ഠൻ ചേട്ടനും സലീമുമാണ്. അവർ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തുടങ്ങി ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ, കഥ മുഴുവൻ വായിക്കാൻ തരുകയും അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്ത് മണിയേട്ടൻ പറഞ്ഞത്. എനിക്കപ്പോൾ ഏത് ക്യാരക്ടറാന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ സാധനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. പിന്നെ ഷൂട്ട് സമയത്തും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വളരെ സ്മൂത്തായിട്ട്. കാരണം നമുക്ക് പരിചയമുള്ള ആളുകളാണ്, ഡയറക്ടറായാലും സ്ക്രിപ്റ്റായാലും എല്ലാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ കൂടെയൊക്കെ മറിമായം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ടഫായിട്ട് തോന്നുന്നത്. സിനിമയിലാവുമ്പം ഓഫ്കോഴ്സ് ഈ സിനിമയിൽ സിങ് സൗണ്ടാണ്, മറിമായം പോലെ തന്നെയാണ്, സൗണ്ടെല്ലാം ലൈവായിട്ട് തന്നെയാണ്. മറ്റുള്ള സിനിമകളിൽ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്, എഴുതി തന്നത് പഠിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഇതെന്ന് വെച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ടൈമിങ്ങിന് മറുപടി കൊടുക്കുക, അതൊക്കെ ശരിക്കും ഇത്രയും വലിയ കലാകാരന്മാരെ കൂടെ നമ്മൾ ചേർത്ത് നിർത്തുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ണമ്പ്രയ്ക്ക് നമ്മൾ കണ്ണമ്പ്ര വാർത്തകളിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് കണ്ണമ്പ്രയെ ഊന്നി പറയാൻ നോക്കിയത്, കണ്ണമ്പ്രയ്ക്ക് വലിയ കലാപാരമ്പര്യമുള്ളൊരു മണ്ണാണ്. നമ്മുടെ MD രാമദാസ് സാറിൻ്റെ മണ്ണാണ് മഞ്ഞപ്ര എന്ന് പറഞ്ഞാൽ. ലോകമറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണ് നമ്മളൊക്കെ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്ന് ഒരുപാട് പേര് പുറത്തിങ്ങനെ വ്യത്യസ്ത മേഖലകളിലുണ്ട്. സാധാരണ ഈ മേഖലയുടെ അറിയുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് നമ്മളെല്ലാം തിരിച്ചറിയുന്നത് പോലും. ഇങ്ങനെ ഈ ഒരു കലാരംഗത്തേക്ക് എത്തിപ്പെടാണ്ടായ കാരണം? കലാരംഗത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചെറുപ്പം മുതലേ ഇതിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റിട്ടയർ വന്ന ശേഷം നമ്മുടെ ഇവിടെ ഫോഴ്സിലായിരുന്നു, എയർഫോഴ്സിലായിരുന്നു. റിട്ടയർ വന്ന ശേഷം ഇവിടെ ഒരു നമ്മുടെ പുളിങ്കൂട്ടത്തുള്ള ഉണ്ണികൃഷ്ണൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട ഒരു കലാപരിപാടി നടത്തുകയുണ്ടായി നമ്മുടെ കാവുപറമ്പിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഈ അന്നത്തെ TV ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ആ പരിചയം, പിന്നെ എൻ്റെ ജോലി ഞാൻ എറണാകുളത്തോട്ട് മാറി. ഞാനൊരു സേഫ്റ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരുമായിട്ട് വീണ്ടും കണക്ഷനായി. അന്ന് ഇവരെല്ലാം കൂടുതൽ പേരും സിനിമാല എന്നുള്ള പരിപാടി അവതരിപ്പിക്കുന്നതാണ്. പിന്നെ ആ ബന്ധം നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് മനോരമയിൽ തന്നെ വന്ന സിനിമ ചിരിമ എന്നുള്ള പരിപാടി, സ്റ്റേജ് ഷോകളിൽ ഒരുപാട് ഷോകളിൽ ഇവരെന്നെ കൂട്ടി കൊണ്ടുപോകായിരുന്നു. പിന്നെ അങ്ങനെ മറിമായം ടീമായിട്ടുള്ള പരിചയമായി. അത് കഴിഞ്ഞ് മറിമായത്തിൽ കുറേ എപ്പിസോഡുകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, അതുപോലെ തട്ടിയും മുട്ടിയിലും കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോഴും ഞാൻ ക്ലാസ്സിനൊക്കെ ആയിട്ട് പോകുമ്പോഴും അവിടെ ഫ്രീ ആണെങ്കിൽ വിളിക്കും. നല്ല സുഹൃത്ത് ബന്ധമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മറിമായത്തിൽ ആൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ കണ്ണമ്പ്രയും മഞ്ഞപ്രയും പരിചയമുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വാവുമലയിലായാലും ഇവിടെ കണ്ണമ്പ്രയും പരിസര പ്രദേശങ്ങളും എല്ലായിടത്തും വന്നിട്ടുള്ളതാണ്. നമ്മളിവിടെയും ഷോകൾ നടത്തിയിട്ടുണ്ട്. മറിമായത്തിൻ്റെ ഷോകളും വടക്കഞ്ചേരിയിലും കണ്ണമ്പ്രയിലെല്ലാം നടത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സുപരിചിതമാണ് നമ്മുടെ സ്ഥലവും എല്ലാം. എന്തായാലും കണ്ണമ്പ്രയുടെ ഒരു കണ്ണമ്പ്രക്കാരൻ കൂടി മലയാള സിനിമയിൽ നടനായി, ഒരു കലാകാരനായി ഉയർത്തി വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പഞ്ചായത്ത് ജഡ്ജിയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒരു ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറിമായത്തിൻ്റെ ടീമിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഊഹിക്കാവുന്നതാണ് എന്തായിരിക്കും അതിൻ്റെ ഒരു കണ്ടന്റ് അല്ല. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് മറിമായം എന്നുള്ള ഒരു ടെലി സീരിയൽ പോലെ അല്ല പഞ്ചായത്ത് ജഡ്ജി എന്നുള്ള സിനിമയാണ്. സിനിമയുടെ ആംഗിളിൽ തന്നെയാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളതും എല്ലാം. അപ്പോൾ പക്ഷേ ഇത് തന്നെയാണ്, സാമൂഹിക പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് കുറച്ച് ചിരിക്കാനും എല്ലാം ഉണ്ട്. ഒരു ഫാമിലി ആയിട്ട് ഒരു കൊച്ചുകുട്ടി മുതൽ എത്ര പ്രായമുള്ള ആൾക്ക് വരെ കണ്ട് രസിക്കാവുന്ന ഒത്തിരി ഹാസ്യരംഗങ്ങളുണ്ട്.
ആസ് യൂഷ്വൽ നമുക്കറിയാലോ, മറിമായത്തിൻ്റെ ആവുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അതെല്ലാം ഉണ്ട്. എന്തായാലും ബോറടിക്കാതെ 2 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാൻ, മറിമായത്തിന് ആദ്യ ഈ സിനിമകൾ കാണാൻ ശ്രമിക്കുക, ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ ഇഷ്ടമാണ്, എന്നാലും ഈ സിനിമ മൊത്തത്തിൽ വിജയിച്ചാൽ മറിമായത്തിൻ്റെ ഒരു വിജയം ആയിരിക്കും. അത് എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഉറപ്പായിട്ടും. എന്തായാലും നിങ്ങൾ ഈ ഒരു അഭ്യർത്ഥന നമ്മുടെ കണ്ണമ്പ്രക്കാരെ എന്തായാലും ഏറ്റെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കണ്ണമ്പ്ര വാർത്തകളുടെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കും. നമ്മളുടെ നാട്ടുകാരനായ കണ്ണമ്പ്രക്കാരനായ ഒരാൾ നമ്മുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു എൻട്രി, സിനിമ നടനാവുന്നു, കലാകാരനാവുന്നു, അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നു, നമുക്ക് വേറെ അഭിമാനിക്കാവുന്ന, അഭിനന്ദിക്കേണ്ടുന്നൊരു കാര്യമാണ്. എന്തായാലും 26-ാം തീയതി നമ്മുടെ പരിസരത്തുള്ള തിയേറ്ററുകളിലൊക്കെ ആ സിനിമ റിലീസുണ്ടാവും. നിർബന്ധമായും നമ്മളെല്ലാവരും ഒന്ന് പോയി കാണണം, ആ സിനിമ വിജയിപ്പിക്കണം. അത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ്, കണ്ണമ്പ്രയുടെ ആവശ്യമാണ്. സാറിനിലേക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വിജയാഘോഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചു വരുന്ന യാത്രാദുരിതത്തിന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. എന്താ പൊടി ലഡുവൊക്കെ ആയിട്ട്? അച്ഛൻ മരിച്ചതിന്റെ അച്ഛൻ മരിച്ചതിന്റെ പ്രിയപ്പെട്ട കൊടുങ്ങാശ്ശേരി നിവാസികൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ഇക്കണക്കിന് ഉറപ്പാ വല്ലപ്പോ തന്നെ അടുത്ത പ്രസിഡന്റ്. ഞാനും കേട്ടു. ആളും മുട്ടുക്കരാ. ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങളല്ലേ? ജനങ്ങളോട് നമ്മൾ ഇതാണെന്ന് പറഞ്ഞാ പോരെ? എന്റെ 2-3 ഫ്ലക്സും വെച്ചോ. ഇത് നമ്മുടെ 9-ാം വാർഡിൽ ടോസ് ടി എച്ച് മെമ്പറാണ്.